നമസ്കാരം. ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോൾ ഓണം എത്തുകയാണ്. മലയാളികളുടെ ദേശീയ ഉത്സവം. ഓണത്തിന് നമ്മളെയൊക്കെ കാണാൻ മഹാബലി എത്തുമെന്നാണ് ഐതിഹ്യം. ഇത്തവണ കേരളത്തിൽ മഹാബലി എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് കവിയൂർ പഞ്ചായത്തിലെ തോട്ടഭാഗം കവിയൂർ റോഡാണ്. കോട്ടഭാഗം ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ വരുമ്പോഴാണ് ഈ പാതാളക്കുഴി കാണുന്നത്. ഈ പാതാളക്കുഴിയിലൂടെയാകും ഇത്തവണ മഹാബലി നമ്മളെ കാണാൻ റോഡിലേക്ക് വരുന്നതെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ മഹാബലിക്ക് വലിയൊരു സ്വീകരണം തന്നെ ഇവിടെ നൽകാനുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും ആ സ്വീകരണം നടക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ഇതാണ് തിരുവല്ല MLAയും വികസന നായകനെന്ന് അനുയായികൾ വിളിക്കുകയും ചെയ്യുന്ന മാത്യു തോമസിന്റെ മണ്ഡലത്തിലെ തോട്ടഭാഗം കവിയൂർ റോഡ്. 1 കിലോമീറ്റർ ദൂരത്തിൽ ഏറ്റവും കൂടുതൽ കുഴികൾ ഉള്ളതിന് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന റോഡാണിത്. തോട്ടഭാഗം ജംഗ്ഷനിൽ നിന്ന് കവിയൂർ റോഡിലേക്ക് ഏകദേശം 200 മീറ്റർ വരുമ്പോൾ തന്നെ കുഴികൾ നിങ്ങളെ സ്വാഗതം ചെയ്തു തുടങ്ങും. കുഴിയിലിറങ്ങി വാഹനങ്ങൾ വരിവരിയായി പതിയെ നീങ്ങുന്നത് ഈ റോഡിലെ സ്ഥിരം കാഴ്ചയാണ്. മാരുതി 800 എന്നോ മഹീന്ദ്ര താറെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ കുഴിയിലിറങ്ങി അടിഭാഗം ഇടിച്ചു പോകുന്ന കാഴ്ച ഡ്രൈവർമാരുടെ മാത്രമല്ല കാഴ്ചക്കാരുടെ കണ്ണുകളെയും ഈറനണിയിക്കും. വണ്ടിക്ക് പണി കിട്ടിയതറിഞ്ഞ് വായിൽ തരവഴി പറയാൻ വന്നാലും തലയ്ക്ക് വെളിവില്ലാത്തവരോടാണല്ലോ പറയേണ്ടത് എന്നോർത്ത് ഡ്രൈവർമാർ പറയാൻ വരുന്നത് വിഴുങ്ങുകയാണ് പതിവ്. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ചെറുപ്പക്കാർ സൂയിസൈഡ് പോയിന്റായി ഈ കുഴിയെ ആശ്രയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ 60 കിലോമീറ്റർ സ്പീഡിൽ 2 വീലർ ഓടിച്ച് ഈ റോഡിലൂടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് പ്രത്യാശയുടെ തീരത്തണയാം. എന്തായാലും മാത്യു തോമസ് എന്ന മഹാനായ MLAയുടെ വികസന കുതിപ്പിലെ പൊൻതൂവലായി ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് തോട്ടഭാഗം കവിയൂർ റോഡ്. റിസർച്ച് ഡെസ്ക്, തിരുവല്ല മീഡിയ.